പറഞ്ഞു വന്നിരുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ആധുനിക ജീവിതത്തിലെ പുതിയ കണ്ടെത്തലുകൾ, പുതിയ ഡിവൈസുകൾ എങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ ഒക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് വന്നാൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. കേരളത്തിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ഒരു ഡെൻസിറ്റി വളരെ കൂടുതലാണ് കേരളത്തിൽ. നമ്മുടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1, 2, 3 ഫോണൊക്കെ ഉണ്ടെന്ന് അർത്ഥം. ഈ മൊബൈൽ ഫോണിൻ്റെ വരവ് ഈ ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടോ? അത്ര എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അത് മാഡം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, മൊബൈൽ ഫോൺ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കുടുംബജീവിതത്തിൽ. സാറ് പറഞ്ഞതുപോലെ അതിലൂടെ നമുക്ക് ലോകത്തിലിരിക്കുന്ന എല്ലാവരെയും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ വീടിനകത്തിരിക്കുന്ന ആൾക്കാരെ കണക്ട് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതാണ് സംഭവിച്ചു പോകുന്നൊരു വലിയ ദുരന്തം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അതിനകത്ത് അഡിക്റ്റായി പോകുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ സമയം പോകുന്നു എന്നുള്ളത് പോലും നമ്മൾ അറിയില്ല. നമ്മൾ നോക്കാമെങ്കിലേ അറിയുള്ളൂ. ഇത്ര സമയമായാലോ ഞാൻ ഇതിനകത്തായിട്ടെന്ന് തോന്നിപ്പോകും. അപ്പോൾ അതേസമയം അത്രയും സമയം കുടുംബജീവിതത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാവരും സങ്കടം പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് തമ്മിൽ ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല. കാര്യം എല്ലാവരും ഇതിനകത്ത് ചിലപ്പോൾ അത് ഒരു ഹസ്ബൻഡിനും വൈഫിനല്ലെങ്കിൽ ചിലപ്പം റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടിക്ടോക്ക് ഇടുന്നു, അതിൻ്റെ ഇതിടുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇതിനകത്ത് എപ്പോഴും ഇതിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ ആരെങ്കിലും വന്ന് ഒരു കാര്യം സംസാരിക്കാൻ വരുന്ന ഈ സമയത്ത് ഇതിൽ നോക്കിയിരുന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവർ ലിസണിങ് കിട്ടുന്ന അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോൾ പറയാണ്, നീ പറഞ്ഞോളൂ ഞാൻ കേൾക്കുന്നുണ്ട്, ചെവി കൊണ്ടല്ലേ കേൾക്കുന്നത്. പക്ഷെ നമുക്കതല്ല, നമ്മുടെ മുഖത്തോട്ടൊന്ന് നോക്കി ഒന്ന് ശ്രദ്ധിക്കണം, അപ്പോഴേ കേൾക്കുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ചിലർ പറയും ഞാൻ പറയുന്നത് പകുതിയെ പുള്ളി കേൾക്കുകയുള്ളൂ, എന്തൊക്കെയോ കേൾക്കുന്നില്ല. സോ ഈ അറ്റൻഷൻ, അവർക്കുള്ളൊരു ക്വാളിറ്റി ടൈം, ഇതിനൊക്കെ ഈ മൊബൈൽ ഫോൺ തടസ്സമാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, അപ്പോൾ ഇവരുടെ ബന്ധങ്ങളാവുന്നു പോവുകയാണ്. ഇവിടെ ഏറ്റവും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. വൈകാരികമായി അടുപ്പം നഷ്ടപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവരുടെ മനസ്സുകൾ തമ്മിൽ ഗ്രാജുവലി അകന്നു പോവുകയാണ്. അപ്പോൾ ഈ അകന്നു പോയി കഴിയുമ്പോൾ അത് സത്യത്തിൽ ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഫിസിക്കൽ കണക്ഷനും നഷ്ടപ്പെടും. അത് അങ്ങനെ അതിലേക്ക് പോകും. മറ്റൊന്ന്, ഇവർക്ക് ഇവിടെ സംസാരിക്കാൻ കിട്ടാണ്ട് പോകുമ്പം വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ കണക്ഷൻ ആയിപ്പോകുന്നു. മറ്റ് കണക്ഷൻസ് ഉണ്ടാക്കാനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അന്നത്തെ കൗമാര പ്രണയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കോളേജിലെ ഫ്രണ്ട്സ്, ഇവരെയൊക്കെ കണ്ടെത്താനൊക്കെ ഇതിനകത്തൂടെ നമുക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ നമുക്ക് പഴയ ഫ്രണ്ട്സിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ റീയൂണിയൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കോളേജ് സ്കൂൾ റീയൂണിയൻസ്, പഴയ ഫ്രണ്ട്സിനെ കാണാം. അപ്പോൾ ഇവരുമായിട്ടെല്ലാം പുതിയ കണക്ഷൻ ഉണ്ടാക്കാനും ഇത് വളരെ സഹായിക്കുന്നുണ്ട്. വളരെ പ്രൈവസിയോട് കൂടി ആരും അറിയാതെ ഏത് സമയത്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും, വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം മറ്റ് ബന്ധങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നതിൽ ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ ഫാക്ടറാണ്. ഈ പ്രത്യേകിച്ച് മറ്റ് ബന്ധങ്ങളിലേക്ക് പെട്ടു പോകുന്നതിൽ. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ളൊരു അറ്റൻഷൻ കിട്ടാതെ പോകുന്നതിലും കാരണമാവുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ മറ്റ് ബന്ധങ്ങളിൽ പെട്ടു പോകുന്നു എന്നൊരു ഫാമിലി അങ്ങനെ പോകുന്നെന്ന് കണ്ടു കഴിയുമ്പോഴും ഈ ഭാര്യ ആവാം ഭർത്താവാകാം, ഒരാൾ മാത്രം, 2 പേർക്കും ഇങ്ങനെ സംഭവിക്കാം. ഭാര്യ പോവാം, ഭർത്താവ് പോവാം. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇത് പുറകെ പോയി കണ്ടുപിടിക്കാൻ പറ്റിയൊരു രീതിയിൽ ഇത് ഗുണപ്പെടാറുമുണ്ട്. 2 രീതിയിലുണ്ട്. കാര്യം ഇവർക്കൊന്നും ഇത് ടെക്നോളജിയിൽ അറിവുണ്ടായിരിക്കില്ല. പക്ഷെ ഇവർ കുത്തിയിരുന്ന് പഠിക്കും എങ്ങനെയാണ് ഫോൺ ട്രേസ് ചെയ്യുക. വളരെ വിദഗ്ധമായ രീതിയിൽ ഇവർ കണ്ടുപിടിക്കും. അപ്പോൾ ഈ വാട്സാപ്പ് തമ്മിൽ കണക്ട് ചെയ്യുക, അല്ല പല രീതിയിൽ ഇവരിത് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് എവിഡൻസ് ഇവർ കണ്ടുപിടിച്ച് കൊണ്ടുവരാറുണ്ട്. സോ ആ രീതിയിൽ ഇത് മറ്റേ ആൾക്ക് ഗുണം ചെയ്യും. കാര്യം ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ മറ്റേ ആൾ പണി തുടങ്ങും. ഇതിങ്ങനെ ഇവരെ ഏതൊക്കെ രീതിയിലാണോ കണ്ടുപിടിച്ച് കഴിഞ്ഞ് പ്രൂഫ് കാണിച്ചു കൊടുക്കും, മറ്റേ ആൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ കയ്യും കാലും പിടിച്ചിട്ട് അപ്പോളജൈസ് ചെയ്യും. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കാറുണ്ട്. എന്തെങ്കിലും സംഭവങ്ങൾ അറിയാം? നമ്മുടെ കൗൺസിലിംഗ് ആളുകളുടെ പേര് പറയണ്ട,
ഇത്തരം ഈ മൊബൈൽ ഫോൺ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിക്കുകയോ അല്ലെങ്കിൽ വിവാഹമോചനം നടന്നതുമായുള്ള എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാം? ഒത്തിരിയുണ്ട്. കാര്യം ഇത് എവിഡൻസ് കൊടുക്കും. കാര്യം നമുക്കിപ്പം മറ്റൊരാളുടെ ഫോൺ നോക്കുന്നത് ശരിയാണോ തെറ്റാണോ ചോദിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധത്തിനിടയ്ക്ക് മൂന്നാമതൊരാൾ കയറി വരികയാണ്. മൂന്നാമതൊരാൾ കയറി വരികയെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. അങ്ങനെ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് വന്നു പോകുന്ന വിവാഹമോചനത്തിൻ്റെ വിവാഹമോചിതമായിട്ടുള്ള ആൾക്കാരുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാര്യം കംപ്ലീറ്റ് ട്രസ്റ്റ് പോവുകയാണ്. ഇപ്പം നമ്മുടെ അടുത്ത് വരുമ്പം ആദ്യമേ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂമായിട്ട് ഒരാൾ വരുന്നുടനെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ചിലരത് റിയലൈസ് ചെയ്തിട്ട് മാറുന്നുണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്നതിന് പല ഫാക്ടേഴ്സ് കാണും. ഈ ഫാക്ടേഴ്സൊക്കെ അവർക്ക് ഡീൽ ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോൾ അവർ അവരുടെ വിവാഹ ജീവിതം പരസ്പര ധാരണയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ വീണ്ടും ഇതിങ്ങനെ ചിലർ വീണ്ടും വഴുതി പോകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഈ സംഭവം സഹായിക്കുന്നുണ്ട്. പല രീതികളുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇതിലൂടെ. അപ്പോൾ ഇത് മൊബൈൽ ഫോണിലെ സുഹൃത്ബന്ധങ്ങൾ പിന്നെ ഉറപ്പിച്ചെടുക്കാനും നമുക്ക് പറ്റും, അത് കണ്ടുപിടിക്കാനും പറ്റും. ഒരേ സമയം കായംകുളം ഭാവമാണ് രണ്ടുപേർക്കും പരസ്പരം വ്യത്യസ്തമായ തലത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ ഈ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പും നമ്മുടെ നാട്ടിൽ വിവാഹമോചനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മൊബൈൽ ഫോൺ ഒരു കാരണമാണ്, മറ്റു കാരണം തീർച്ചയായിട്ടും കാണുമല്ലോ. അപ്പം മൊബൈൽ ഫോൺ വന്നപ്പോൾ ഇതിൻ്റെ പിന്നെ ഡിവോഴ്സിൻ്റെ റേറ്റ് കൂടി എന്നുള്ളതാണ്. എങ്കിലും ഡിവോഴ്സ് ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മറ്റെന്ത് കാരണമാണ് ഈ വിവാഹമോചനത്തിലേക്ക് ഈ ഡിവൈസ് അല്ലാതെ ഉണ്ടാക്കിയ ഒരു കാര്യം എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ, സമൂഹത്തിലെ മാറ്റങ്ങൾ ഇതിനെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സാറ് ചോദിച്ച ചോദ്യം വളരെ ശരിയാണെന്ന് വെച്ചാൽ അതിന് മുമ്പ് വിവാഹമോചനമുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. ഈ കമ്മ്യൂണിറ്റി, വാട്സാപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് അതിന് മുമ്പുമുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കുറേ കാരണങ്ങൾ, ഒന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കാരണമാവാറുണ്ട്. മറ്റൊന്ന് ആൽക്കഹോളിസം കാരണം വിവാഹബന്ധം. ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ അവരൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. അല്ലാതെ മദ്യപാനാസക്തി ഉള്ളവരും ജീവിതം ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ വളരെയേറെ അഗ്രസീവായിട്ട് അക്രമാസക്തരായിട്ട് മാറുന്ന ഒരു ആൽക്കഹോളിക് നേച്ചറുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ വയ്യാതെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്നെന്ന് പറയുമ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കല്യാണം കഴിച്ച് ജീവിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഈ ഇമോഷണൽ നീഡ്സ് അതെല്ലാവർക്കും, നമുക്ക് ഇമോഷണൽ നീഡ് ഉണ്ട്, ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഇമോഷണൽ നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു ലോങ് ടേം ഹാപ്പിനെസ് ആൻഡ് ഒരു പീസ്ഫുൾ ഒക്കെ തരുന്നൊരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ വൈകാരികമായ നീഡ്സ് ഫുൾഫിൽ ചെയ്യാതെ പോകുന്നതും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളോട് ഒന്നിരുന്ന് സംസാരിക്കണം, നമുക്കൊന്ന് സംസാരിക്കാൻ പാർട്ട്ണറെ കിട്ടുന്നില്ല. അപ്പോൾ വേറൊരിടത്തൊരാൾ സംസാരിക്കാൻ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ഒരു തിരിഞ്ഞു പോകാം. അല്ല, നമ്മുടെ സെയിം ഇൻട്രസ്റ്റ്, ഇപ്പം മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒരാളാണ്, അപ്പോൾ ചിലപ്പം നമ്മുടെ പാർട്ട്ണർക്ക് അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും കാണില്ല. അപ്പം അതിനെ ഒന്നും മാനിക്കാത്ത രീതിയിൽ നമ്മളെ അങ്ങ് ഇടിച്ചു താഴ്ത്തുന്ന ഒരാളാണോ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു വാസനയാണ്. അപ്പം അതിനോട് എവിടെയെങ്കിലും ഒരാൾ നമുക്ക് സംസാരിക്കാൻ ഇതുപോലെ ഒരു കണക്ഷൻ കിട്ടുമ്പോൾ അങ്ങോട്ടൊരു ഇൻറ്റിമസി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല എൻ്റെ ജീവിത പങ്കാളി എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോഴും ജീവിതത്തിൽ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ലോങ് റണ്ണിൽ വരുമ്പോൾ അവർക്ക് ഒരു ജീവിതത്തിലൊരു മടുപ്പുണ്ടാവും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നൊരു കാര്യമാണ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അപ്പം നമുക്ക് എല്ലാവരും ജീവിച്ചു തുടങ്ങുമ്പം ഒരു നല്ല ഭാര്യ അല്ലെങ്കിൽ ഒരു നല്ല ഹസ്ബൻഡായിട്ട് ജീവിക്കുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നുമില്ല, എന്നാലും നമ്മൾ ജീവിക്കുകയാണ്. ജീവിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഞാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്. അപ്പോൾ ചിലർ പറയും, ചിലർ പറയും ഞാൻ വീട്ടിലെ ഒരു ATM മെഷീനാണ്,
പണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ വീട്ടിലെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് എന്ന് ചിലപ്പം ചില ഭർത്താക്കന്മാർക്ക് തോന്നാം. ഭാര്യമാർക്ക് തോന്നാം ഞാൻ ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു ഹോം മേക്കർ, അല്ലെങ്കിൽ ഞാനൊരു ജോലിക്കാരിയാണ്, ഒരു വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സെക്ഷൽ ടൂളാണ്, അല്ലെങ്കിൽ എന്നെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്, ഞാനെന്ന വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് അവരുടെ ലൈഫിനെ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റിലേക്ക് കൊണ്ടുപോകും. ഈ 40 വയസ്സ് കഴിയുമ്പോൾ ഒരു ഡിവോഴ്സ് റേറ്റ് കൂടാറുണ്ടെന്ന് പറയും. അത് പിന്നെ ഈ 40 വയസ്സ് നമ്മൾ ജീവിച്ചു കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ വണ്ടി അങ്ങോട്ട് വലിയില്ല, നമ്മളങ്ങ് ഡ്രെയിൻഡ് ആകും. വലിച്ചു പോയി കഴിയുമ്പോൾ ഇത് ഞാൻ വളരെ നല്ലൊരു ഭർത്താവായി ജീവിക്കും, ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കുന്നു, പക്ഷേങ്കിൽ എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. സോ നമ്മളങ്ങ് ഡ്രൈ ആയിപ്പോൾ ഫെഡപ്പ് ആവും. അങ്ങനെ ഈ 40 വയസ്സ് കഴിയുന്ന ആ ഒരു കപ്പിൾസിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇത് കൂടാറുണ്ട്. സോ ഇതെല്ലാം ഒരു കാരണമാണ്. പിന്നെ സ്ത്രീകൾക്കും അവരിപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി തന്നെ ജീവിക്കാറായി, അങ്ങനെ വരുന്നതും ഒരു ഫാക്ടറായിട്ട് വരാറുണ്ട്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ചില ജീവിതങ്ങളിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സംശയരോഗം, അതായത് വളരെ എഡ്യൂക്കേറ്റഡാണ് ഭാര്യയും ഭർത്താവും, പക്ഷേ ഭാര്യ മറ്റാളുകളോട് സംസാരിക്കുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല, അതിന് സംശയത്തോടെ കാണുന്നത്. ചില ആളുകൾ വീട്ടിലെ പത്രക്കാരൻ വരുന്നത് പോലും സംശയത്തിൽ കാണുന്ന ഭർത്താക്കന്മാരുണ്ട്. ഒരിക്കലൊരു മനഃശാസ്ത്ര വിദഗ്ധനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് സ്കിസോഫ്രീനിയായി പോലും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം, ഈ സംശയരോഗം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്, ലൈഫ് പോക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസാരവശാൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ സംശയരോഗം അത് എങ്ങനെയാണ്? അത് ഭാര്യയ്ക്കായാലും ഭർത്താവിനായിട്ട് അത് മെയിൽ ഷോവിസമല്ല, അത് സംശയരോഗമാണ്. അത് ഈ പിന്നെ വിവാഹ മോചനത്തിൻ്റെ എണ്ണം കൂട്ടുന്നതായിട്ട് മേഡത്തിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് സംശയരോഗം എന്ന് പറഞ്ഞ് പാരനോയിഡ്സ് എന്ന് പറയും, അത് ടോളറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അവർ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ആൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ള പല സെൻറ്റൻസ് മനസ്സിൽ ഓർമ്മ വരുന്നു. ഇവരെ അമ്പലത്തിൽ പോയി നിൽക്കുകയാണ്, നമ്മളിങ്ങനെ ഭഗവാനെ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആർക്കാണോ സംശയരോഗമുള്ളവർ അവർ നോക്കുന്നത് ഭഗവാനെ ആയിരിക്കില്ല, മറ്റേ പാട്ടറിയ ഈ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കണ്ണങ്ങോട്ടാണ് പോകുന്നത്, വേറെ ആരെല്ലാം നോക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സഫർ ചെയ്യുവാണ്, എന്നും കൂടെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. പത്രക്കാരന് അല്ലെങ്കിൽ ആരെയും നോക്കിയാലും കുഴപ്പമാണ്. അത് വളരെ തീവ്രമായിട്ട് വരും, കൂടെ നിൽക്കുന്ന വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇത് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പാരനോയിഡ്സിൻ്റെ ചികിത്സയുണ്ട്. അപ്പം അതെല്ലാം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ലെവലിന് അപ്പുറത്ത് പോകുമ്പം അത് ഒരു വൺ ഓഫ് ദ റീസൺ ആയിട്ട് വരാറുണ്ട്. കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ എൻ്റെ അടുത്ത് പാരനോയിഡ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് ചിലർക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റോട് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കൗൺസിലിങ്ങിൽ കൂടെ തന്നെ അത് പല കാരണമാണ്. ചില ഒരു മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഭാഗം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റും കൂടി വേണ്ടി വരും. നമ്മൾ കൗൺസിലിംഗ്, ഞങ്ങൾക്ക് അതുപോലെ പ്രാണിക് ഹീലിംഗും ഉണ്ട്. പ്രാണിക് ഹീലിംഗ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൗൺസിലിംഗ് പ്രാണിക് ഹീലിംഗോട് കമ്പൈൻ ചെയ്ത് ചെയ്യാറുണ്ട്. സൈക്കാട്രിക് അവർ ഔട്ട് ഓഫ് റിയാലിറ്റിയിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു സൈക്കാട്രിസ്റ്റ് ഇവിടെ കാണാൻ പറയും. ചിലർക്ക് മരുന്നില്ലാതെ ചെയ്തൊരു കേസ് എന്ന് പറഞ്ഞാൽ അവിടെ വൈഫിൽ നിന്നും അറ്റൻഷൻ കിട്ടുന്നില്ല. വൈഫ് ഭയങ്കര സോഷ്യലാണ്. അപ്പം സാർ മുമ്പേ പറഞ്ഞ പോലെ ഒരാൾ നല്ല ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ മറ്റൊരാളോട് സോഷ്യലൈസ് ചെയ്യുന്നു, അങ്ങനെ വരുമ്പം എന്നെ ശ്രദ്ധിക്കുന്നില്ല, അപ്പം അത്രയും സോഷ്യൽ ആവണ്ട, അല്ല അത്രയും ഫാഷനായിട്ടുള്ള ഡ്രസ്സ് ഇടണ്ട, നീ സ്ലീവ്ലെസ് ഇടണ്ട, അല്ലെങ്കിൽ നീ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടണ്ട, ഇങ്ങനെയൊക്കെ പറയുമ്പം പിന്നെ അവർക്കുണ്ടാകുന്നൊരു ഇൻസെക്യൂരിറ്റിയാണ്. കാര്യം ഇവരിങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്താൽ മറ്റൊരാളിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേഷം ധരിക്കുന്നത്. അപ്പം അത് അവരുടെ ഇൻസെക്യൂരിറ്റി. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവൾ പോകും, അട്രാക്റ്റഡ് ആയിപ്പോൾ മറ്റാൾക്കാർ ഇവരിലേക്ക് വരും, അപ്പോൾ അവർ അട്രാക്റ്റഡ് ആയിട്ട് പോകും. അതുകൊണ്ട് നേരെ തിരിച്ച് ഭാര്യമാർക്ക് ഇദ്ദേഹം നിങ്ങൾ ഇത്രയും സുന്ദരനായിട്ട് ഒരുങ്ങി പോയി കഴിഞ്ഞാൽ ആരെ കാണിക്കാനാണ് ഈ പോകുന്നത്? അപ്പോൾ മറ്റ് പെണ്ണുങ്ങളെ കാണിക്കാനാണ്, മറ്റ് പെണ്ണുങ്ങൾ വിടും. ഈ പുള്ളിക്കാരൻ കുറച്ച് സോഷ്യലും കൂടെ ആണെങ്കിൽ പിന്നെ തീർന്നു. ഈ പുള്ളിക്കാരൻ ഇൻട്രോവേർട്ടാണ്, പുള്ളിക്കാരൻ കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ട് മിണ്ടുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. അപ്പോൾ ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടും ഈ ഒരു സംശയം എന്നോടല്ല ഇപ്പോൾ സ്നേഹം മറ്റാളിനോടാണ്, ഞാൻ തഴയപ്പെടുന്നു, മറ്റേ ആളിലേക്ക് അടുക്കുന്നു, ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാകും. ഇങ്ങനെയുള്ളത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണോ ഇവരുടെ ഇൻസെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം, 2 പേർക്ക് അത് മനസ്സിലാക്കി അത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ മരുന്നില്ലാതെ തന്നെ
പിന്നെ ലൈഫ് സന്തോഷമായിട്ട് പോയിട്ടുള്ളതുണ്ട്. എന്നാൽ ഇത് പാരനോയിഡ് എന്ന് പറഞ്ഞിട്ട് മെൻ്റൽ ഇൽനെസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മരുന്നും വേണം. അങ്ങനെയുള്ളവർക്ക് മരുന്നും കൗൺസിലിങ്ങും ഈ പ്രാണിക് ഹീലിങ്ങും എല്ലാമായിട്ട് നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ഞാൻ ഇത് എന്നോട് ഒരിക്കൽ ഞാൻ എൻ്റെ തീവ്രത ഞാൻ പറയാം, ഭയങ്കര വലിയ വിഷമാണ്. ഒരു എക്സാമ്പിൾ, ഞാനൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ വർക്ക് ചെയ്തിരുന്ന സമയമാണ്. അന്ന് ഒരു ഹസ്ബൻഡ് അതിൽ നല്ല ആൽക്കഹോളിക്കാണ്, പാരനോയിഡുമാണ്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സംശയമാണ് ഇത്, പിന്നെ അവൾ എന്നോട് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. കാര്യം സമ്മതിപ്പിച്ച് കളയും, ഇടിച്ചിട്ട് ഒരു ഇടി കിട്ടാതെ ഞാൻ സമ്മതിച്ചാൽ ഇനി ഇടിക്കത്തില്ലല്ലോ, അങ്ങ് സമ്മതിച്ചു ഞാൻ പോയി അങ്ങനെയാണെന്നങ്ങ് പറയും. അപ്പോൾ പിന്നെ ഇനി പുള്ളിക്ക് അടുത്ത് എന്താ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പുള്ളി കണ്ടുപിടിക്കാൻ ചെയ്തൊരു പരിപാടി നമുക്കെന്നെ സങ്കടം തോന്നും. പുള്ളി പറഞ്ഞു, ഞാൻ ഭാര്യയുടെ പിന്നെ അല്ല അതിൽ മുമ്പ് പറഞ്ഞു ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ രാവിലെ ഓരോരുത്തർ ഉപ്പന് പോകാമെന്ന് പറഞ്ഞ് വൈകിട്ടേ വരുള്ളൂ. എന്നിട്ട് ഇയാൾ അവിടെ കച്ചിത്തുള്ളു വെക്കുന്ന എരുത്തിൻ്റെ മേളിലൊരു ഉണ്ടല്ലോ, പണ്ടത്തെ എരുത്തിൻ്റെ മേളിൽ കച്ചു ഒക്കെ വെക്കാൻ സ്പേസിൽ അതിനകത്ത് കയറിയിരുന്നു. എന്നിട്ട് നോക്കുവാണ് ആരാണ് വീട്ടിൽ വരുന്നത്. അന്നാരും വന്നില്ല. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അവളെ ഭാര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പം എന്നിട്ട് ഇയാൾ വരുമ്പോൾ എനിക്ക് 20 പിടിക്കണം. അപ്പോൾ ഇയാൾ എന്നിട്ട് ഭാര്യയുടെ ഒരു നൈറ്റിയും ഇട്ടിട്ട് ജനലിൻ്റെ സൈഡിൽ കിടക്കുകയാണ്, ജനൽ തുറന്നിട്ടിട്ട്. നോർത്ത് നോക്കണം, അത്രയും ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ തീവ്രത പാരനോയിഡ്സ്, അത് അവർ കുറ്റമല്ല, അവർ ആ അവസ്ഥയിലൂടെ കടന്ന് അവർക്ക് ഹാലൂസിനേഷനാണ്, വിഷ്വൽ ഓഡിയോ ഹാലൂസിനേഷൻ ഉണ്ട്. അവർ കേൾക്കുന്നു, അവരുടെ ശബ്ദം കേൾക്കുന്നു, വരുന്നത് കേൾക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ടൊരു അന്നും വന്നില്ല, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അത് വരാനുള്ള കാരണം ഒന്ന് അതിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതായത് ഞാനൊരു സംശയം ചോദിച്ചാണ്, ഭാര്യ തന്നെക്കാട്ടിൽ നല്ല സുന്ദരിയാണ് ഭാര്യ, താൻ അത്ര സൗന്ദര്യമുള്ള ആളല്ല. അല്ല, ഭാര്യയ്ക്ക് നല്ല ഹൈറ്റുണ്ട്, എൻ്റെ ഹൈറ്റ് കുറവാണ്, അവളുടെ ഹൈറ്റുമായിട്ട് അടുത്ത് വരുന്നില്ല. ഭാര്യയ്ക്ക് എന്നെക്കാട്ടി വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഇങ്ങനെ പല കാര്യങ്ങളും വരും. അപ്പോൾ നമ്മുടെ ഒരു കൗൺസിലിങ്ങിന് വരുമ്പോൾ, ഈ പാരാനോയിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കൗൺസിലിങ്ങിന് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വിടേണ്ടത് ഓക്കെ, അതല്ലാതെ നമുക്ക് പെട്ടെന്ന് കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന പാരാനോയിഡ് ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ഈ ഞാൻ സാർ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉള്ള ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം ഐ എം നോട്ട് ഓക്കെ, ഇൻസെക്യൂറാണ്, എനിക്കെന്തോ കുറവുണ്ട്. അപ്പം അവൾ എന്നേക്കാൾ സുന്ദരിയാണ്, അല്ല അയാൾ എന്നേക്കാൾ ഹാൻസം ആണ്, അല്ലെങ്കിൽ എന്നെക്കാൾ ക്വാളിഫൈഡ് ആണ്, എനിക്ക് അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ല, അത്രയും സംസാരിക്കാനുള്ള കാര്യമില്ല. അപ്പം നമ്മൾ ഉൾവലിയാണ്, എന്നെ കൊള്ളില്ല. അതാണ് നമ്മുടെ ഇൻസെക്യൂരിറ്റി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അപ്പോൾ അത് വരുമ്പം അവരുടെ ഉള്ളിൽ വൈകാരികമായിട്ടുള്ളൊരു ഇൻസെക്യൂറാണ്, ഈ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയമാണ്. അപ്പോൾ ഇവിടെ കൗൺസിലിങ്ങിൽ അതൊരു പാരനോയിഡ്, ഈ പാരനോയിഡ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് റിയാലിറ്റിയാണ്. അവർക്കിങ്ങനെ ചിന്തയൊന്നും ചിന്തിച്ച് കാര്യങ്ങളെ അനലൈസ് ചെയ്തെടുക്കാൻ ഒക്കത്തില്ല. അവർക്കൊരു ആ ഒരു അസുഖത്തിലേക്കാണ്, ഹാലൂസിനേഷൻ, അത് ഓഡിയോ അല്ലെങ്കിൽ വിഷ്വൽ ഹാലൂസിനേഷനകത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതിനാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. കൗൺസിലിങ്ങിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളിടത്ത് വരുമ്പം നമ്മൾ അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം അതല്ലാന്ന് പ്രൂവ് ചെയ്യണം. ചിലപ്പോൾ അതായിരിക്കാം, ചിലപ്പോൾ റിയലി അങ്ങനെ ഉണ്ടാവാം. ചിലപ്പം പിന്നെ ഹസ്ബൻഡ് ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവനാണ്, ഭയങ്കര സുന്ദരനാണ്. അപ്പോൾ വൈഫിന് താറടിച്ചിട്ടുള്ള കമൻറ്റ്സ്, നെഗറ്റീവ് സ്ട്രോക്സ്, എപ്പോഴും ഒന്നിനും കൊള്ളില്ല, നിന്നെ എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ കൊള്ളുക, ഒന്ന് നേരെ ചെറിയ ഡ്രസ്സ് ചെയ്യാൻ കൊള്ളില്ല. അത് നേരെ തിരിച്ച് ഹസ്ബൻഡിനെ പറ്റിയിട്ട് വൈഫ് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കൂടി പറ്റത്തില്ല, നിങ്ങൾ എങ്ങനെയാണ് വേഷം ധരിച്ച് വരുന്നത്, അങ്ങോട്ടും ഈ നെഗറ്റീവ് കമൻറ്റ് സ്ട്രോക്സ് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, അവരെ നമ്മൾ വീണ്ടും ഇടിച്ചു താഴ്ത്തുകയാണ്. അപ്പോൾ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടുതലായിട്ട് വരും. അപ്പോൾ കൗൺസിലിങ്ങിൽ വരുമ്പോൾ അവർക്ക് ഉള്ളിൽ ശരിക്കും സ്നേഹമാണ് എന്നുള്ള വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യൂ, റെക്കഗ്നൈസ് ചെയ്യൂ. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പം ആ ബന്ധം അവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി മാറ്റി സെക്യൂർഡാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റി കൊണ്ടുവരാൻ പറ്റും കൗൺസിലിങ്ങിൽ. പക്ഷെ 2 പേർക്കും ഉണ്ടാവണം. മറ്റേ ആൾക്ക് അയ്യോ എനിക്ക് പറ്റിയ ആളല്ല, ഞാൻ സഫർ ചെയ്യുകയാണ് എന്നൊരു ഉത്ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലെവലിലോട്ട് എത്തില്ല. ഞാൻ മടുത്തു, അല്ല എനിക്ക് പറ്റില്ല, എനിക്ക് അവളെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, എനിക്ക് പുള്ളിക്കാരിയെ കാണുമ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അല്ലെ പുള്ളിക്കാരനെ കാണുമ്പോൾ എനിക്കൊന്നും, അങ്ങനെ ആൾക്കാർ തുറന്ന് പറയാറുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, എനിക്ക് വൈഫിനെ കാണുമ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല,
അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡിനെ കാണുമ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരും നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ ഇവരുടെ ഡെപ്തിൽ ഒരു ലവ് ഫാക്ടർ കാണും. അങ്ങനെയുള്ളവരെ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയും കൗൺസിലിങ്ങിലൂടെ വന്നിട്ട് അവരിലേക്ക് നോക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ആ ഒരു തരത്തിലേക്ക് വന്നിട്ടുള്ള കേസുകളും ഉണ്ട്. പക്ഷേ അപ്പം അതിൻ്റെ ഒരു കണ്ടീഷൻ, ഡെപ്തിലൊരു ലവ് ഫാക്ടർ വേണം. Exactly. ഉദാഹരണത്തിന് മാഡം പറഞ്ഞ പോലെ ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ, അതാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ഈ പിന്നെ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാം. വളരെ ശക്തമായ പാരനോയിഡ് ആണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഒരു പക്ഷേ അതിൽ നിന്ന് മോചനം കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. മരുന്ന് കഴിച്ച് മാറുന്നുണ്ട്. ഓക്കെ. ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാഡം ഇന്ന് നമ്മൾ പങ്കുവെച്ചത്. നമ്മുടെ ചുറ്റുമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ്. അപ്പം ശരിക്കും ചില ശൈഥല്യത്തിൻ്റെ വക്കിലെത്തിയ പല ആളുകളെയും നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ രക്ഷപ്പെടുത്താവുന്ന ആളുകളുണ്ട്. കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പലർക്കും അവരുടെ ശിഥിലമായ ജീവിതത്തിനെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ നമുക്കൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് തീർച്ചയായിട്ടും മാഡത്തിൻ്റെ ഈ അഭിപ്രായം സ്വാഗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.